Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ എക്സ്കേർഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ, ഈ ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അത് പോയി കാണുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗം കൂടെയാണ് എക്സാമിനുള്ളത്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. പുതിയ സിലബസ് ആണ്. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടാലാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ എന്താണ് ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്? ഇവിടെ ഒരു നേഴ്സ് അല്ലേ, ഒരു കുട്ടി ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്. ഒരു നേഴ്സോ ഡോക്ടറോ സംതിങ് വന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട് അല്ലേ. ആ ട്രിപ്പ് ഇങ്ങനെ എന്താ പറയുക, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. Then a child who had not taken any food for 2 days and had become weak due to severe fever was admitted in the hospital. എന്താണ്, ഈ കുട്ടിക്ക് നല്ല ഫീവർ ആയിട്ട് 2 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്ലൂക്കോസിൻ്റെ ട്രിപ്പ് ഇടാൻ വേണ്ടി പറഞ്ഞു. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ഗ്ലൂക്കോസ് ട്രിപ്പ് അലോങ് വിത്ത് ദ മെഡിസിൻ. മെഡിസിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്ലൂക്കോസിൻ്റെ ട്രിപ്പും കൂടെ ഇടണം എന്ന് പറഞ്ഞു. വൈ ആർ സം ഡ്രഗ്സ് ആൻഡ് ഗ്ലൂക്കോസ് ഇഞ്ചക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ്. എന്തുകൊണ്ടാണ് ചില ഗ്ലൂക്കോസും ഇതുപോലത്തെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അവിടെ മരുന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുത്തിവെക്കുന്നത് എന്തുകൊണ്ടാണ്? ഡസ് ദ ഗ്ലൂക്കോസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ബ്ലഡ് റീച്ച് ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അത് ബോഡിയിലെ എല്ലാ പാർട്ടിലേക്കും എത്തിച്ചേരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ സ്റ്റൊമക്കിലൂടെയാണല്ലേ. അപ്പോൾ അത് അത്രയും ടൈം എടുത്തിട്ടാണ് എത്തുന്നത്. അതിൻ്റെ റിസൾട്ട് കിട്ടാനും ടൈം എടുക്കും. പക്ഷേ ഇത് ഡയറക്റ്റ് നമ്മുടെ ബ്ലഡിലേക്ക് കിട്ടുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വേഗം തന്നെ നമുക്ക് കിട്ടുകയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സും ഗ്ലൂക്കോസൊക്കെ രക്തത്തിലൂടെ എടുക്കുന്നത്. The nutrients that are released when the food is completely digested in the small intestine and the oxygen that reaches the lungs as a result of breathing should reach the cells. How do they reach the cell? എന്താണ്, നമുക്കറിയാം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ ചെന്ന് ആഹാരം പൂർണ്ണമായിട്ട് ദഹിക്കുമ്പോഴൊക്കെ അതിലെ പോഷക ഘടകങ്ങളും ഒക്കെ നമ്മളെ ശരീരം എടുക്കുകയും ശ്വസനഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് എത്തുന്നത് എന്നുള്ളതാണ്, ഏതൊക്കെ സെല്ലിലൂടെയാണ് ഇത് എത്തുന്നത്, നിങ്ങളുടെ ഊഹം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റൈറ്റ് ഡൗൺ യുവർ അസംഷൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്നൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ പഠിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ nutrients that are observed by the villi in the small intestine and oxygen obtained as a result of breathing reach in cells. എന്താണ്, നമുക്കറിയാം നമ്മുടെ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്, നമുക്ക് പുറത്ത് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസിനൊക്കെ എടുക്കുന്നത് നമ്മുടെ ആരാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള വില്ലി എന്ന് പറയുന്ന ഒരു സെൽസ് ആണല്ലേ. അതാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസിനെയും അബ്സോർബ് ചെയ്യുന്നത്. ഇനി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദീസ് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ബ്ലഡ്. എന്താണ്, ബ്ലഡിലൂടെയും അത് വീണ്ടും വരുന്നുണ്ട്, എന്നിട്ട് ബ്ലഡിലും ആവശ്യമായിട്ടുള്ളതൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ. ദെൻ ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് ഈസ് എ സർക്കുലേറ്ററി സിസ്റ്റം. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ളത് എന്തൊക്കെയാണ്? ബ്ലഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വെസൽസ് ഉണ്ടായിരിക്കും, ഹാർട്ട് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഈ നമ്മുടെ ഈ ചിത്രം നോക്കുക, എന്നിട്ട് ഇതിലെ ഏതൊക്കെയാണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ബ്ലഡ് തന്നിട്ടുണ്ട്, പിന്നെ ഏതൊക്കെയാണ്, പിന്നെ ഹാർട്ടും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസുമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ഇത് രണ്ടും നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ടു ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ഓൾസോ ടു ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. എന്താണ്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പോകും, അതിൽ നിന്നും ഹൃദയത്തിൽ ചെന്നിട്ട് അതിൻ്റെ ഓക്സിജനും അവിടുത്തെ ന്യൂട്രിയൻസൊക്കെ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തുന്നതുമായ ഒരു ഫങ്ഷൻസ് നടക്കുന്നതിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, സർക്കുലേറ്ററി സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഓക്സിജനും പോഷകങ്ങളും
ഒക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതും ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമായ ഒരു സർക്കിളാണ്, ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിങ്ങനെ സർക്കിളായിട്ട് പോവുകയാണ്. നല്ലതൊക്കെ എടുക്കുന്നു, ചീത്തതൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ തുടർച്ചയായി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ചാണ്. ഡു യു നോ ദ കളർ ഓഫ് അവർ ബ്ലഡ്? നമ്മൾ ബ്ലഡിൻ്റെ കളർ എന്താണ്? വൈ ഈസ് ബ്ലഡ് ഈസ് റെഡ് ഇൻ കളർ? റെഡ് കളറാണല്ലേ. എന്തുകൊണ്ടാണ് ഇത് റെഡ് കളറാവുന്നത്? ബിക്കോസ് ദ റെഡ് കളർ ഓഫ് ദ ബ്ലഡ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ പിഗ്മെൻറ്റ് കോൾഡ് എ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളറാവുന്നത്. അയൺ ആൻഡ് പ്രോട്ടീൻ ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് ദ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിലെ മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് അയണും പ്രോട്ടീനുമാണ്. ദെൻ ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദ നെസസിറ്റി ഓഫ് കൺസ്യൂമിങ് അയൺ റിച്ച് ഫുഡ്? നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്? കാരണം എന്താണ്? എന്നാൽ മാത്രമേ നമ്മുടെ ഹീമോഗ്ലോബിനിൽ ഈ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് കാണുള്ളൂ, നമുക്ക് നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. Then observe the picture of some of food items containing iron. Find out the other food items containing iron and record in the science diary. ഇവിടെ തന്നിട്ടുള്ളത് ഡേറ്റ്സ്, എഗ്ഗ്, മുരിങ്ങ ലീവ്സ് ആണ്. ഇതെന്താണ്? നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. Then hemoglobin plays an important role in carrying oxygen from the lungs to the cell and carbon dioxide from the cell to the lungs. ഇപ്പോൾ നമ്മുടെ ലെൻസിൽ നിന്ന് കോശങ്ങളിലേക്കൊക്കെ സെൽസിലേക്കൊക്കെ ഓക്സിജൻ എത്തിക്കുന്നതും അതുപോലെ തന്നെ സെൽസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുവരുന്നതും ആരാണ്? ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഹീമോഗ്ലോബിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഉണ്ട്. മേജർ കോമ്പണൻസ് ഓഫ് അവർ ബ്ലഡിലെ മേജർ ആയിട്ടുള്ള മറ്റുള്ള കോമ്പണൻസ് ഏതൊക്കെയാണ്? ഒന്ന് പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ആണ്, ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ടാണ്. ദ പെയിൽ യെല്ലോ ഇൻ കളർ, യെല്ലോ കളറിലാണ് ഇത് കാണപ്പെടുന്നത്. ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽ, എന്താണ്? ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലിലേക്കൊക്കെ എത്തിക്കുന്നത് പ്ലാസ്മയാണ്. നെക്സ്റ്റ് വൺ പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡൊക്കെ ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് WPSC ആണ്, വൈറ്റ് ബ്ലഡ് സെല്ലാണ്. നോ ഡിഫൈൻ ഷേപ്പ്, ഇതിനെന്താണ്? ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നുമില്ല. ഹാസ് ന്യൂക്ലിയസ്, ഇതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഡിസ്ട്രോയ്സ് പാത്തോജൻസ്, അതുപോലെ തന്നെ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതും ഇതാണ്. ഇനി അടുത്തത് RBC ആണ്, അഥവാ റെഡ് ബ്ലഡ് സെല്ലാണ്. ഡിസ്ക്, ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് ഷേപ്പാണ്. നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, ഇതിന് ന്യൂക്ലിയേറ്റ് ഒന്നുമില്ല. കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിനൊക്കെ ഇതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, എന്താണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഇതിലാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. Then analyze the illustration and write the answers of the following questions in the science diary. നേരത്തെ നമ്മൾ തന്നിട്ടുള്ള ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്? ബ്ലഡിലെ ലിക്വിഡ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ പ്ലാസ്മയാണ്. ഓക്കെ, ആൻസർ പ്ലാസ്മയാണ്. വിച്ച് ആർ ദ ബ്ലഡ് സെൽ? ഏതൊക്കെയാണ് ബ്ലഡ് സെൽസ്? ഒന്ന് റെഡ് ബ്ലഡ് സെൽസും അഥവാ RBCയും, വൈറ്റ് ബ്ലഡ് സെല്ല് WPCയും, പ്ലാറ്റ്ലെറ്റ്സും. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണമാണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലാറ്റ്ലെറ്റ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലാറ്റ്ലെറ്റ്സ്? പ്ലാറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ്? ഹെൽപ്സ് ടു ക്ലോട്ട് ബ്ലഡൊക്കെ ക്ലോട്ട് ആവാനാണ് അല്ലേ? ഹെൽപ്സ് ടു ക്ലോട്ട് ബ്ലഡ് എന്നുള്ളതാണ്. ഇൻ വിച്ച് ബ്ലഡ് സെൽ ഈസ് ഹീമോഗ്ലോബിൻ ഫൗണ്ട്? ഏതിലാണ് ഹീമോഗ്ലോബിനൊക്കെ കാണപ്പെടുന്നത്? റെഡ് ബ്ലഡ് സെൽസിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് RBC ആൻഡ് WPC. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലിസ്ട്രേഷനിൽ RBC എന്താണ്, അതുപോലെ തന്നെ WPC എന്താണെന്ന് പറയുന്നുണ്ട്. അത് രണ്ടും ഒന്നെടുത്ത് എഴുതിയാൽ മതി. അടുത്തത് ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ബ്ലഡ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ് ടു ഓൾ ദ പാർട്സ് ഓഫ് ദ ബോഡി. എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് പോകുന്നത് വെസൽസിലൂടെയാണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദർ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണുള്ളത്? ഇവിടെ നോക്കൂ. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? കാപ്പിലാറീസ് ആണ്. ഓക്കെ, കാപ്പിലാറീസ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടറി ഉണ്ട്, വെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് ആർട്ടറി, മറ്റൊന്ന് വെയിന്, മറ്റൊന്ന് കാപ്പിലാറീസ്. ഈ മൂന്ന് തരത്തിലാണ് നമ്മുടെ രക്തത്തിലെ വെസൽസ് ഉള്ളത്. ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ആർട്ടറീസ്, എന്താണ് വെയിൻസ്, എന്താണ് കാപ്പിലാരീസ് എന്ന് പറയുന്നുണ്ട്. ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അഥവാ ഹാർട്ടിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ ബ്ലഡൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ് ആർട്ടറീസ് ചെയ്യുന്നത്. ഇനി വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. അഥവാ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
ഹൃദയത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡിനെയൊക്കെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ എന്താരാണ്? വെയിൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, capillaries are the thin blood vessels that connect arteries and veins. എന്താണ്? സിരകളെയും ഈ ഒരു വെയിൻസിനെയും ആർട്ടറീസിനെയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കാപ്പിലാരീസ് ആണ്. ഈ 3 വെസൽസും ചെയ്യുന്നത് 3 ഡ്യൂട്ടീസ് ആണെന്ന് നമ്മൾ മനസ്സിലായി അല്ലേ? ഇനി അടുത്തതായിട്ട് ഹാർട്ടിനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ദ ഹാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഇറ്റ് പമ്പ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി, ഫീൽസ് അവർ ഓൺ ഹാർട്ട് ബീറ്റ് ആൻഡ് ലൊക്കേറ്റ് യുവർ ഹാർട്ട്. എന്താണ്? നമ്മുടെ ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ബ്ലഡൊക്കെ പമ്പ് ചെയ്യിക്കുന്നത് ആരാണ്? ഹാർട്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പമ്പ് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് ഹാർട്ട് ഉള്ളത് എന്ന് നിങ്ങളുടെ അടുത്തൊന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ തൊറാക്സിക് ക്യാവിറ്റി ബിറ്റ്വീൻ ദ ലങ്സ്. എന്താണ്? നമ്മുടെ തൊറാവിക് ക്യാവിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ലങ്സിൻ്റെയും അതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് നമ്മുടെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ്സ് കൊണ്ടാണത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാരിയലുകൾ കൊണ്ടാണത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്? എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ പ്രത്യേകതകൾ? ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് ദ ക്ലെഞ്ചഡ് ഫിസ്റ്റ്. എന്താണ്? ഒരു ക്ലെഞ്ചഡ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക, മുഷ്ടി എന്ന് പറയില്ല, കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് അത്രയും വലുപ്പമാണ് നമ്മുടെ ഹാർട്ടിന് ഉള്ളത്. ദ ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കോൾഡ് പെരിക്കാർഡിയം. പെരിക്കാർഡിയം എന്ന് പറയുന്ന ഒരു ഇരട്ട സ്ഥലം, ഒരു ഡബിൾ ലെയർ കൊണ്ടാണ് ഇതിനെ കവർ ചെയ്തിട്ടുള്ളത്. ദ ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചാമ്പേഴ്സ്. ഇതിനെന്താണ്? 4 ചാമ്പേഴ്സ് ഉണ്ട്, 4 അറകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന്. ഇനി മറ്റുള്ള ജീവികളുടെയും ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, കുറച്ച് ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണ് എന്താണ്? നമ്മുടെ മണ്ണിരയാണല്ലേ. അതിൻ്റെ ഹാർട്ടിൻ്റെ പിക്ചർ നോക്കൂ, ഈ ഒരു ചിത്രം കാണുന്ന പോലെയാണ്. 5 പെയേഴ്സ് ഓഫ് ലാറ്ററൽ ഹാർട്ട്സ് ആണുള്ളത്. 5 ജോഡി പാർശ്വമായിട്ടുള്ള ഹൃദയങ്ങളാണ് അതിനുള്ളത്. നെക്സ്റ്റ് വണ് ക്രോക്രോച്ച് ആണ്. ക്രോക്രോച്ചിന് 30 ചാമ്പേഴ്സ് ആണുള്ളത്, 13 അറകളുണ്ട്. അടുത്തത് ഫിഷാണ്. ഫിഷിന് 2 ചാപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോഗ് ഉണ്ട്. ഫ്രോഗിന് 3 ചാപ്പേഴ്സ് ഉണ്ട്. ഹെന്നിന് 4 എണ്ണമാണുള്ളത്. അപ്പോൾ മനുഷ്യനെ പോലെ തന്നെ ഒരേപോലെയല്ല ജീവികൾക്കും വ്യത്യസ്ത തരത്തിലാണ് നമുക്കിതിലൂടെ മനസ്സിലായി അല്ലേ? മനുഷ്യനുള്ള പോലെ മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ജീവികൾക്കൊക്കെ ഹാർട്ട് ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലാണ് ഉള്ളത്. ഇനി അടുത്തത് ഹാർട്ട് ബീറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്? ഡോക്ടർ പൾസും ഹാർട്ട് ബീറ്റും ഒക്കെ നോക്കാറുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഹാർട്ട് ബീറ്റ്? എന്താണ് പൾസ്? ഹാർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് മസിൽസ്. ഹാർട്ട് മസിൽസിൻ്റെ ഒരു റിലാക്സേഷനാണ്, ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് ഒരു റിതമിക് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഹൃദയം ഒരു പ്രാവശ്യം ഇങ്ങനെ കോൺട്രാക്ഷനും റിലാക്ഷനും ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. The heart of a healthy adult beats 72 times per minute. ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യന് 72 പ്രാവശ്യം നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിക്കും, അഥവാ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഹാർട്ട് ബീറ്റ്. അതിനെയാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. പൾസ് ഈസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റിൻ്റെ റിസൾട്ടായിട്ടുണ്ടാവുന്ന ഒരു വേവിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഹാർട്ട് ബീറ്റും പൾസും സെയിം അല്ല, പക്ഷേ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? പൾസും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ദ ഹാർട്ട് ബീറ്റ് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ഈസ് ഈക്വൽ. രണ്ടും ഈക്വൽ ആയിട്ടാണ് അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൾസ് നോക്കുന്നത്. പൾസ് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, then check your own heartbeat and write down how many times in beat per minute. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നു എന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ് ഇത്? വിച്ച് ആർ ദ ബോഡി പാർട്സ് ദാറ്റ് എക്സാമിൻ ടു ഫീൽ പൾസ്. ഏതൊക്കെ ബോഡി പാർട്സിലൂടെയാണ് നമുക്ക് പൾസ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്? ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ടല്ലോ. ഒന്ന് നമ്മുടെ കൈത്തണ്ട, അത് വ്രിസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫോർഹെഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇനി എവിടെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും? നെക്കിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബിഹൈൻഡ് ദ നീയിലും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി വാട്ട് ഇൻസ്ട്രുമെൻറ്റ് ഡസ് ദ ഡോക്ടേഴ്സ് യൂസ്? ഡോക്ടർ ഇത് ഈ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? അതിൻ്റെ യൂസ് എന്താണ്? ഇതൊക്കെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ് കൂട്ടുകാരെ? ദാറ്റ് ഈസ് സ്റ്റെതസ്കോപ്പ് ആണല്ലേ. സ്റ്റെതസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ്. ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ
റെനെ ലെനക്ക്. ഓക്കെ, റെനെ ലെനക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കയ്യിലുള്ളത്. ഇനി നമ്മളുടെ അടുത്ത് ഇതേപോലെ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ച് നോക്കുക. അതിനുശേഷം അത് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ പേരെഴുതുക, ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും എഴുതി നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് കുറച്ച് നേരം ഓടിക്കളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് വീണ്ടും അവരുടെ ഹാർട്ട് ബീറ്റും പൾസും നോക്കാം. എന്നിട്ട് എന്താണ് ഡിഫറൻസ് അറിയുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂട്ടുകാർ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. ഇനി അടുത്തത് കാർഡിയാക് വെൽനെസ്സിനെ കുറിച്ചിട്ടാണ്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ കുറച്ച് മോണോലോഗ് തന്നിട്ടുണ്ട്. ഹൃദയം തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണ്, റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സ് അഫക്റ്റ് മൈ ഫങ്ഷനിങ്. എന്നും നിങ്ങൾ ഇങ്ങനെ ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ്, എനിക്ക് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ദ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ വിൽ മേക്ക് മീ സിക്ക് ഫാസ്റ്റ്. നിങ്ങൾ സ്മോക്ക് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ ഡ്രിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മദ്യം അല്ലേ, ലിക്വിഡൊക്കെ കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, എൻ്റെ ശരീരം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗം വരും എന്നാണ് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വിയർ മീ ഡൗൺ. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ശൈലി രോഗങ്ങളൊക്കെ എന്നെ വളരെ തളർത്തും. അതുപോലെ ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ് വിൽ ഇമ്പയർ മൈ ഹെൽത്ത്. കറക്റ്റായിട്ടില്ല, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, എൻ്റെ ആരോഗ്യമൊക്കെ വളരെ വീക്കായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇല്ലാതാവും, നമ്മുടെ ഹാർട്ടിന് ആരോഗ്യം വരും. അപ്പം എന്താണ്, നമ്മുടെ ഹെൽത്തും വീക്കാവും അല്ലേ. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് മെയിൻറ്റെയിൻ ദ ഹെൽത്തി ഹാർട്ട്. ഹൃദയം നല്ല ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ വ്യായാമം ചെയ്യണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, ജീവിതചര്യകളൊക്കെ മാറ്റണം എന്നൊക്കെയാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. വി ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് അവർ ഹാർട്ട് ത്രൂ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, റെഗുലർ എക്സസൈസ് ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽസ്. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ഇഞ്ചുറി. ഇനി നമുക്കൊരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ് ആർ പാർട്ട് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. നമുക്ക് മനസ്സിലായി, ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് നമ്മുടെ ബ്ലഡും ബ്ലഡ് വെസൽസും ഹാർട്ടും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ബ്ലഡ് വെസൽസ് ആർ കട്ട്. ബ്ലഡ് വെസൽസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയോ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്? എന്താണ്, വൈൽ പ്ലേയിങ് യുവർ ഫ്രണ്ട് ഹാഡ് ഗെറ്റ് ഇഞ്ചേർഡ് ആൻഡ് ഇറ്റ്സ് ബ്ലീഡിങ്. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ബ്ലീഡിങ് ഉണ്ടായി. വാട്ട് വിൽ യു ഡു? എന്താണ് നിങ്ങൾ ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത് എന്നിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്ലീൻ ദ വൗണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. എന്താണ്, ആ മുറിവുണ്ടായ ഭാഗത്തൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക. പ്രസ് ദ വൗണ്ട് വിത്ത് യുവർ ഹാൻഡ്. എന്നിട്ട് ആ മുറിവ് അമർത്തി പിടിക്കുക. ദെൻ ഇഫ് ദ വൗണ്ട് ഈസ് ഓൺ ദ ഹാൻഡ് ഹോൾഡ് ഇറ്റ് അപ്പ്. എന്താണ്, അത് കയ്യിലാണ് മുറിവ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉയർത്തി പിടിക്കുക. ഓക്കെ, കാരണം താഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വേഗം താഴേക്ക് പോകും, അപ്പോൾ വീണ്ടും ബ്ലീഡിങ് കൂടും. അതുകൊണ്ടാണ് കൈ ഉയർത്തി പിടിക്കാൻ വേണ്ടി പറയുന്നത്. ഇഫ് ബ്ലീഡിങ് ഡസൻറ്റ് സ്റ്റോപ്പ്, റാപ്പ് ദ വൗണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്. ഇനിയും ബ്ലഡ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തുണിയോ അല്ലെങ്കിൽ ബാൻഡേജോ വെച്ചുകൊണ്ട് മുറിവ് നന്നായിട്ട് പൊതിഞ്ഞു കെട്ടുക. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്കലി. അതുപോലെ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ സഹായം തേടുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹാർട്ട് എന്നുള്ളതാണ്. ദ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് പെർഫോംഡ് ഓൺ പീപ്പിൾ വിത്ത് സിവിയർ ഹാർട്ട് ഡിസീസ്. യൂഷ്വലി ദ ഹാർട്ട് ഓഫ് ബ്രെയിൻ ഡെഡ് പേഴ്സൺ ഈസ് ട്രാൻസ്പ്ലാന്റഡ് to the patient. The first successful heart transplant was done by Dr. Christian Bernard in 1967. അതോ എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഹാർട്ടൊക്കെ പ്രവർത്തിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക, എന്തെങ്കിലും മസ്തിഷ്കം ബ്രെയിൻ ഡെഡ് പേഴ്സൺ ഉണ്ടായിക്കഴിഞ്ഞ ആളുടെ ഹൃദയം എടുത്തുകൊണ്ട് രോഗി ആരാണോ അയാൾക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ചെയ്തത് 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ടാണ്. എ നോബിൾ ആക്ട്. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞതാണ് വളരെ മഹത്തായ ഒരു കാര്യമാണ് അല്ലേ. എ ഹെൽത്തി പേഴ്സൺ ഹാസ് അബൌട്ട് 5.5 ലിറ്റർ ഓഫ് ബ്ലഡ് ഇൻ ഹിസ് ബോഡി. എന്താണ്, ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 5.5 ലിറ്റർ ബ്ലഡാണ് ഉണ്ടായിരിക്കുക. വാട്ട് ഈസ് ടു ബി ഡൺ ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ വോളിയം ഓഫ് ബ്ലഡ് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഓർ ഇൽനെസ്. എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ബ്ലഡൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക? അപ്പോൾ ആൾക്ക് ആവശ്യത്തിന് ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ ആൾക്ക് എന്താണ്, ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവില്ല, ക്ഷീണം വരും.
മരണം വരെ സംഭവിക്കും. ഓക്കെ, ഇപ്പോൾ ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ തന്നിട്ടുള്ള പിക്ചർ നോക്കൂ. ബ്ലഡ് ഡൊണേഷൻ്റെ പിക്ചറാണ്. നോബിൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വല്ല ബോളോ എന്തെങ്കിലുമൊക്കെ തരും. അത് നമ്മളിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡ് കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് ഡൊണേഷൻ ഈസ് ദ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് ബൈ എ പേഴ്സൺ ടു അനദർ ഓർ for future use through its scientific preservation. You can also be a part of this social service when you turn 18. Prepare slogans related to blood donation and display in the class. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളിലേക്ക് ശാസ്ത്രീയമായിട്ട് നൽകുന്ന രക്തത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ സർവീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെയധികം മഹത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോഗൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത് ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ക്രേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. സോ ഫാർ we have discussed life process such as digestion, circulation and respiration. എന്താണ് നമ്മൾ പഠിച്ചു? ഡൈജഷനെ കുറിച്ചിട്ടും സർക്കുലേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റെസ്പിറേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. വിച്ച് ഓർഗാൻ എലിമിനേറ്റഡ് ഇറ്റ്. ഇത് ആരാണ് പുറത്തേക്ക് തള്ളുന്നത്? ലങ്സ് ആണ്. വാട്ട് ആർ ദ അതർ വേസ്റ്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള ബാക്കിയൊക്കെ മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പുറത്തേക്കാക്കുന്നത് അല്ലേ? അതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്താണ് എക്സ്കേർഷൻ? എക്സ്കേർഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് യൂറിയ, എക്സസ് വാട്ടർ, സോൾട്ട്സ് എക്സെട്ര ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ലൈഫ് പ്രോസസ്. എന്താണ് നമ്മുടെ ലൈഫിൻ്റെ പ്രോസസ്സിലൂടെ ഫലമായിട്ട് യൂറിയ അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള വാട്ടർ അതുപോലെ സോൾട്ട് എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഇതൊക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതിനെ, എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്കേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരാളാണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രേറ്ററി ഓർഗൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്രേറ്ററി പാർട്ട് അല്ലെങ്കിൽ എക്സ്ക്രേറ്ററി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി തന്നെയാണ്. ഇനി ദേ ആക്ട് ആസ് ഫിൽറ്റേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഫിൽറ്റേഴ്സ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ഓഫ് ദ കിഡ്നി. ഇവിടെ തന്നിട്ടുണ്ട് കിഡ്നി. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പയർ പോലെയാണ്, ഒരു പീസ് പോലെയാണ്, ഒരു പിയാ സീഡ് പോലെ നമുക്ക് ഒരു പയർ മോനി പോലെയാണ് തോന്നുന്നത്. ദെൻ കിഡ്നി ആൻഡ് ഫിൽട്രേഷൻ. ഇനി അതിനെക്കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത്. കിഡ്നി ആർ ബീൻ ഷേപ്ഡ് ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ എയ്തർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. അഥവാ നമ്മുടെ പയർ വിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ എവിടെയാണ്? നമ്മുടെ ഉദരാശയത്തിലും നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ദ റെനൽ ആർട്ടറി കാരീസ് ബ്ലഡ് ടു ദ കിഡ്നീസ്. നമ്മുടെ എന്താണ്? നമ്മുടെ വൃക്കയിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മൾ ആർട്ടറിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ, ധമനികളാണ് നമ്മൾ പറഞ്ഞു. ദിസ് ബ്ലഡ് കണ്ടെയ്ൻസ് യൂറിയ, ഗ്ലൂക്കോസ്, സാൾട്ട്സ്, ഓക്സിജൻ ആൻഡ് അതർ കമ്പോണൻസ്. ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഈ ബ്ലഡിൽ നമ്മുടെ യൂറിയ ഉണ്ടായിരിക്കും, ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും, സോൾട്ട് ഉണ്ടായിരിക്കും, ഓക്സിജൻ ഉണ്ടായിരിക്കും, ആ ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് ദ ബ്ലഡ് റിട്ടേണിംഗ് ത്രൂ ദ റിനൽ വെയിൻ ആഫ്റ്റർ ഫിൽട്രേഷൻ കണ്ടെയ്ൻസ് കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ട് ഓഫ് യൂറിയ, ഗ്ലൂക്കോസ്, സാൾട്ട്, ഓക്സിജൻ ആൻഡ് അതർ കോമ്പണൻസ്. പക്ഷെ എന്താണ് ഇത്? നമ്മൾ ഇതിൻ്റെ ഫിൽട്രേഷനൊക്കെ ശേഷം ഇവിടെ നിന്ന് യൂറിയയും ഗ്ലൂക്കോസും ബാക്കിയുള്ള ബാക്കിയുള്ള കോമ്പണൻസ് ഒക്കെ കൂടി നമ്മുടെ ശരീരത്തിന് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് അത്രയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പുറന്തള്ളേണ്ട ആവശ്യം വരും. ദ വേസ്റ്റ് പ്രൊഡക്ട്സ് ഇൻ ദ ബ്ലഡ് ദസ് ഫിൽറ്റേർഡ് ബൈ ദ കിഡ്നീസ് ആർ എലിമിനേറ്റഡ് ത്രൂ യൂറിൻ. എന്താണ്? ബാക്കിയുള്ള ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽസും വേസ്റ്റ് പ്രൊഡക്റ്റൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു യൂറിനിലൂടെയാണ് പുറത്തേക്ക് തള്ളുന്നത്. കിഡ്നീസ് പ്ലേസ് ആൻ important role in maintaining the proper concentration of water ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വാട്ടറിൻ്റെയും അതുപോലെ തന്നെ സോൾട്ടിൻ്റെയും ഒക്കെ ഒരു പ്രോപ്പർ കോൺസെൻട്രേഷൻ നടത്തുന്നത് ആരാണ്? നമ്മുടെ കിഡ്നീസ് ആണ്. ദ ആവറേജ് ഡെയിലി ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ഫ്രം എ ഹെൽത്തി പേഴ്സൺ ഈസ് 1.5 ലിറ്റേഴ്സ്. ഒരു 1.5 ലിറ്റേഴ്സ് യൂറിനാണ് ഒരു ആരോഗ്യമുള്ള മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇവിടെ ചിത്രം നോക്കൂ. ഇവിടെ റെനൽ ആർട്ടറി ഉണ്ട്, റെനൽ വെയിൻ ഉണ്ട്, അതുപോലെ തന്നെ കിഡ്നീസ് ഉണ്ട്, യൂറിയേറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡറും ഉണ്ട്. ഇനി നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
നമുക്ക് നോക്കാം. വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നി? കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മളെ റെനൽ ആർട്ടറിയാണ് കൊണ്ടുപോകുന്നത്. വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ബ്ലഡ് ബാക്ക് ഫ്രം ദ കിഡ്നീസ്? കിഡ്നിയിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ റെനൽ വെയിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡസ് ദ ബ്ലഡ് ഇൻ റെനൽ ആർട്ടറി ഡിഫറെൻറ്റ് ഫ്രം ദ റെനൽ വെയിൻ? നമ്മുടെ റെനൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ള എന്ത് വ്യത്യാസമാണുള്ളത്? എന്താണ്? റെനൽ ആർട്ടറി ക്യാരി ബ്ലഡ് ടു ദ കിഡ്നി, റെനൽ വെയിൻ ക്യാരി ബ്ലഡ് ഫ്രം ദ കിഡ്നി. ഓക്കെ, അത് രണ്ടുമാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. വിച്ച് ട്യൂബ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നീസ്? ആരാണ് കിഡ്നിയിൽ നിന്നും യൂറിൻ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്? യൂറിയേറ്റർ ആണ്. ഓക്കെ, ദെൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ എക്സ്ക്രേറ്ററി സിസ്റ്റം ഇൻ യൂറിൻ കളക്റ്റഡ്? എവിടെയാണ് യൂറിൻ കളക്ട് ചെയ്യുന്നത്? യൂറിനറി ബ്ലാഡറിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡോക്ടറും കുട്ടിയും തമ്മിലുള്ള കുറച്ച് കോൺവെർസേഷൻ കാണുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഡോക്ടർ, ഐ വിൽ ഫെയിൻ ആൻഡ് എ ബേണിംഗ് സെൻസേഷൻ വൈ യൂറിനേറ്റിംഗ്? എന്താണ്? എനിക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഒരു വേദനയും അതുപോലെ തന്നെ ഒരു സെൻസേഷനും ഒക്കെ തോന്നാറുണ്ട്. ദർ ഈസ് എ പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ ഓൾസോ. അതുപോലെ തന്നെ ലോവർ അബ്ഡോമനിൽ പെയിനും തോന്നാറുണ്ട്. ഡോണ്ട് യു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ആൻഡ് യൂറിനേറ്റ് റെഗുലർലി? അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നീ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴോ, ടു അവോയ്ഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഐ ഡ്രിങ്ക് വെരി ലിറ്റിൽ വാട്ടർ വൈൽ അറ്റ് സ്കൂൾ ആൻഡ് യൂറിനേറ്റ് ഓൺലി ആഫ്റ്റർ റീച്ചിങ് ഹോം. എന്താ പറയുന്നത്? എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനൊക്കെ തോന്നുന്നത് കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വല്ലാതെ വെള്ളമൊന്നും കുടിക്കാറില്ല, തിരിച്ച് വീട്ടിലെത്തിയാലേ നന്നായിട്ട് വെള്ളം കുടിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ കിഡ്നീസ് റിക്വയർസ് എ അഡ്യൂക്കേറ്റ് ഇൻടേക്ക് ഓഫ് വാട്ടർ. ഇഫ് യു ഡോണ്ട് യൂറിനേറ്റ് ഫോർ എ ലോങ് ടൈം പാത്തോജൻസ് വിൽ ഗെറ്റ് എ മൾട്ടിപ്ലൈഡ് ഇൻ ദ യൂറിത്തേറിയ ആൻഡ് ബ്ലാഡർ ലീഡിങ് ടു ഇൻഫെക്ഷൻ. അപ്പോൾ എന്താ പറയുന്നത്? ഇങ്ങനെ ശരിക്കും നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം മൂത്രം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൂത്രാശയത്തിൽ എന്തുണ്ടാവും? രോഗാണുക്കൾ ഉണ്ടാവുകയും അത് മൂത്രം ഒഴിക്കാത്ത കാരണം വീണ്ടും വീണ്ടും പെരുകിയിട്ട് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനൊക്കെ കാരണമാകും എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ഹെൽത്ത് പ്രോബ്ലം that will occur if you don't drink enough water and urinate at regularly intervals? ഒരു ഇൻ്റർവെൽ അഥവാ റെഗുലറായിട്ട് നമ്മൾ മൂത്രമൊന്നും ഒഴിച്ചില്ല അല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഹെൽത്ത് പ്രോബ്ലമാണ് ഉണ്ടാവുക? ഇൻഫെക്ഷൻസ് ഉണ്ടാവുക അല്ലേ. ദെൻ എക്സാമിൻ ദ ഇലുസ്ട്രേഷൻ ബിലോ. ഇവിടെ എന്താണ്? ഇവിടെ ഇലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. കിഡ്നി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. കിഡ്നി എന്തൊക്കെയാണ് പറയുന്നത്? കിഡ്നി പറയാണ്, ഫസ്റ്റ് വണ്, പ്ലീസ് ഗീവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. എന്താണ്? പുകവലിയും മദ്യപാനവും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാണ്. അതുപോലെ തന്നെ പ്ലീസ് റെഡ്യൂസ് എക്സസൈസ് യൂസ് ഓഫ് സോൾട്ട്. അതുപോലെ ഉപ്പിൻ്റെ ഉപയോഗം നിങ്ങൾ കുറക്കണം. റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് വാട്ടർ. പ്ലീസ് റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസസറി മെഡിസിൻസ്. ആവശ്യമില്ലാത്ത മെഡിസിൻസ് ഒന്നും നിങ്ങൾ കഴിക്കരുത്. പ്ലീസ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 12 glasses ഓഫ് വാട്ടർ ഡെയിലി. ദിവസവും 12 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കണം. പ്ലീസ് അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. എന്താണ്? ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് ഒന്നും നിങ്ങൾ ഓവറായിട്ട് കുടിക്കരുത്. പ്ലീസ് എക്സസൈസ് ഡെയിലി. നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യണം. ഇതൊക്കെ ആരാ പറയുന്നത്? നമ്മുടെ കിഡ്നി പറയാണ്, ഇതൊക്കെ നിങ്ങൾ ചെയ്യണം, എങ്കിലാണ് എനിക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. Then, what are the measures we should take care of to protect the health of our kidney? നമ്മുടെ കിഡ്നി നല്ല ആരോഗ്യം നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇത് കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ദെൻ വാട്ട് ആർ ദ മീൻസ് ടു സേവ് സംവൺ സഫറിങ് ഫ്രം കിഡ്നി ഫെയിലിയർ? കിഡ്നി ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അതിന് ചെയ്യുക? നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു മെഡിസിൻ എന്ന രീതിയിൽ, മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഒരു മാർഗ്ഗം, ഒരു മെത്തേഡാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞു അല്ലേ. ഇനി അത് കിഡ്നിയെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതാണ്. Kidney transplantation is the process of transplanting one kidney from a healthy donor to a person whose both kidneys are impaired. Kidney transplantation will be possible only if certain vital factors, including the blood group of the donor and a recipient, are compatible. Any healthy person above 80 years can donate a kidney. എന്താണ്? നല്ല ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ഡോണറിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു കിഡ്നി നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതെടുക്കുമ്പോൾ ആളുടെ 2 കിഡ്നികൾക്കും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അതുമാത്രമല്ല, കിഡ്നി ആരാണോ സ്വീകരിക്കുന്നത് ആ വ്യക്തിയുടെയും കിഡ്നി നൽകുന്ന വ്യക്തിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയിരിക്കണം. അതുമാത്രമല്ല, ഒരുപാട് ബാക്കിയുള്ള പരിശോധനകൾക്കുണ്ട്. അതൊക്കെ യോജിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും ഇങ്ങനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ വേണ്ടി സാധിക്കും. ഇനി അതർ എക്സ്ക്രേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
Sweat is produced in our body during summer and rainy season. എന്താണ് മഴക്കാലത്തും വേനൽക്കാലത്തും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും? സ്വെറ്റ്, നമ്മുടെ വേർപ്പുണ്ടായിരിക്കും അല്ലേ? ഹൗ ഈസ് ഇറ്റ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി? എങ്ങനെയാണ് ഇത് ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നത്? വാട്ട് മെറ്റീരിയൽസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ്? ഈ സ്വെറ്റിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും എന്തൊക്കെയാണ് പുറത്തു പോകുന്നത്? ഒന്ന് വാട്ടർ ആണ്, പിന്നെന്താണ്? സോൾട്ട്. വാട്ടർ ആൻഡ് സോൾട്ട് ആണ്. ഓക്കെ, ഇനി ഇവിടെ സ്വെറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഇൻ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലാൻഡ്സ് ഒക്കെയാണ് നമ്മുടെ സ്വെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. എക്സസ് വാട്ടർ ആൻഡ് ദ സോൾട്ട് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. എന്താണ്? ഈ സ്വെറ്റിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വാട്ടറും സോൾട്ടൊക്കെ പുറത്തു പോവുകയാണ്. ദ ഹീറ്റ് ടു ഇവാപ്പറേറ്റ് സ്വെറ്റ് ഈസ് ടേക്കൺ ഫ്രം അവർ ബോഡി. സ്വെറ്റ് ദറ്റ്സ് ഹെൽപ്പ് ഇൻ അവർ temperature regulation, protecting the body by covering it and sensing touch are also functioning of skin. എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒരു നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു വിയർപ്പ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞു നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ടച്ച് അറിയാനൊക്കെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സ്കിന്നാണ്. ഓക്കെ, സ്വെറ്റ് കംസ് ഔട്ട് ഫ്രം ദ സ്വെറ്റ് ഗ്ലാൻഡ്സ് ത്രൂ ദ മിനിറ്റ് പോഴ്സ് ഇൻ ദ സ്കിൻ. എന്താണ്? നമ്മുടെ ത്വക്കിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള പോഴ്സിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള പോഴ്സിൽ നിന്നാണ് ഈ ഒരു സ്വെറ്റൊക്കെ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇഫ് ദ സ്വെറ്റ് അക്യുമുലേറ്റ് ഇൻ ദ സ്കിൻ ഇറ്റ് വിൽ കോസ് ഡിസീസസ്. അതുകൊണ്ട് തന്നെ ഡിസീസസ് ഒക്കെ ഉണ്ടാകാൻ ഈ ഒരു സ്വെറ്റ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്കിൻ മസ്റ്റ് ബി ത്രോലി ക്ലീൻഡ് വൈൽ ബാത്തിങ്. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഇൻ ഹെൽത്ത് കെയർ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് പേഴ്സണൽ ഹൈജീൻ വേണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്? അപ്പാർട്ട് ഫ്രം കിഡ്നി ആൻഡ് സ്കിൻ, ലങ്സ് ആൻഡ് ലിവർ ഓൾസോ പ്ലേ എ റോൾ ഇൻ എക്സ്ക്രേറ്ററി പ്രോസസ്. അപ്പോൾ നമ്മുടെ ഈ കിഡ്നിയും അതുപോലെ സ്കിന്നും ഒക്കെ ലങ്സും ലിവറും ഒക്കെ നമ്മുടെ എക്സ്ക്രേറ്ററി സിസ്റ്റംസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്. ദെൻ ഇവിടെ ലങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. ലങ്സ് എലിമിനേറ്റ് ദ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ്. എന്താണ്? നമ്മുടെ സെൽസിൽ നിന്നും എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ പുറന്തള്ളുന്നത് ലെൻസ് ആണ്. അടുത്തത് ലിവർ ചെയ്യുന്നത് എന്താണ്? ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ് ബൈ that is essential is the digest fat is also synthesized in the liver. When nutrients break down ammonia, which is harmful to the body, it's produced. Liver converts this into urea, which is comparatively less toxic. അതോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ലിവർ തന്നെയാണ്. നമ്മുടെ ബ്ലഡിലൂടെ എത്തിച്ചേരുന്ന നമ്മുടെ ശരീരത്തിന് ഡിസ്ട്രോയ് ചെയ്യുന്ന വസ്തുക്കളെയൊക്കെ നശിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഉണ്ടാവില്ലേ, ഫാറ്റിനെയൊക്കെ ദഹിപ്പിക്കാൻ ആവശ്യമായ ഒരു പൈൽ എന്ന് പറയുന്ന ഒരു രസം അത് ഉൽപ്പാദിപ്പിക്കുന്നതും ഈ ഒരു ലിവർ തന്നെയാണ്. അതുപോലെ തന്നെ ന്യൂട്രിയൻസിനെയൊക്കെ വിഘടിപ്പിക്കുന്നതും ശരീരത്തിന് ഹാനികരമായിട്ടുള്ള അമോണിയ ഉണ്ടാക്കുന്നതിനെയൊക്കെ മാറ്റി നിർത്തുന്നതും ഇത് തന്നെയാണ്. ഇതിന് താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയ ആക്കി മാറ്റുന്നതും ഈ കരൾ തന്നെയാണ്. അപ്പോൾ ഈ ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഓർഗൻ എലിമിനേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ്? സെൽസിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നത് ആരായിരുന്നു? നമ്മുടെ ലങ്സ് ആണ്. ഓക്കെ, നെയിം ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലിവർ ആണ്. വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ? ലിവർ ഉണ്ടാക്കുന്ന ആ കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ്? യൂറിയയാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലിവർ? ലിവറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ലിവർ ഡിസ്ട്രോയ് ദ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് റീച്ചിങ് ടു ദ ബ്ലഡ് ടു കൺവേർട്ട് അമോണിയ ഇൻറ്റു യൂറിയ. ഓക്കെ, അമോണിയൊക്കെ യൂറിയ ആക്കിയിട്ട് മാറ്റുന്നതും ഈ ഒരു ലിവർ തന്നെയാണ്. പ്ലാന്റ്സ് ആർ ഓൾസോ ലിവിങ് തിങ്സ് അല്ലേ? പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ലിവിങ് തിങ്സ് തന്നെയാണ്. എക്സ്കേർഷൻ ടേക്ക് പ്ലേസ് ഇൻ ദം ടു. എന്താണ്? അവരിലും ഇത്തരത്തിലുള്ള എക്സ്കേർഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. വി വിൽ സ്റ്റഡി അബൌട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്ലാന്റ് എക്സ്കേർഷൻ ഇൻ ഹയർ ക്ലാസ്സസ്. ഹയർ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും എങ്ങനെയൊക്കെയാണ് ഈ പ്ലാന്റ്സിൻ്റെ എക്സ്കേർഷൻ നടക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ,
ദർ ആർ ഡിഫറെൻറ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ എന്താണ് ഒരുപാട് അവയവങ്ങൾ, ഒരുപാട് പാർട്സ് അല്ല ഓർഗൻസ് ഉണ്ട്. ഡസ് ഓൺലി വൺ ഓർഗൻ ഫങ്ഷൻ വെൻ വിൽ വർക്ക്. നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലെ വീഡിയോ കാണാണ്, നമ്മൾ കണ്ണ് മാത്രം മതിയോ നമുക്ക്? അല്ല, നമുക്ക് എന്ത് വേണം? കണ്ണ് വേണം, ചെവി വേണം, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് വേണം. എങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. മറ്റത് നമ്മളിങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമായിട്ട് മാറും. ഇനി വിച്ച് ഓർഗൻസ് ദ ഫംഗ്ഷൻ വിൽ വി പിക്ക് അപ്പ്. നമ്മൾ താഴെ ഒരു പെന്ന് വീണിട്ട് നമ്മളത് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? നമ്മളെ കൈ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ കുനിയുമ്പോൾ, അല്ലേ, താഴെ വീഴുമ്പോൾ കുനിയുമ്പോൾ നമ്മളെ ബാക്ക് ബോൺ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിത് കാണണമെങ്കിൽ കണ്ണ് പ്രവർത്തിക്കണം, ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? ഓൾ ബോഡി ആക്ടിവിറ്റീസ് ആർ പോസിബിൾ ഓൺലി ത്രൂ ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഓർഗൻസ് ഇൻ ദ ബോഡി. നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസിൻ്റെ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ഹൗ ഈസ് ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് പോസിബിൾ ഇൻ അവർ ബോഡി? നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഡോണ്ട് യു ക്ലോസ് യുവർ ഐസ് ഇൻസ്റ്റിങ്ക്ട്ലി ഇഫ് ആൻ ഇൻസെക്ട് ഫ്ലൈസ് ടുവേർഡ്സ് യുവർ ഐ. നമ്മുടെ കണ്ണിന് നേരെ ഒരു പ്രാണി വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ണടക്കും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാവുക? കണ്ണ് അടക്കും. ഇതെങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത്? അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ നെർവസ് സിസ്റ്റം എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ നോക്കാൻ പോകുന്നത്. നെർവസ് സിസ്റ്റം ഹെൽപ്സ് അസ് ടു റെസ്പോണ്ട് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ്. എന്താണ്? നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവസ്. അപ്പോൾ എന്താണ് ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മുടെ ബ്രെയിനും അതുപോലെ സ്പൈനൽ കോഡും ഒക്കെ കൂടെ ഉള്ളതാണ്. അതൊക്കെയാണ് നെർവസ് എന്ന് പറയുന്നത്. ഇത് ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ഒരു സ്കളിൻ്റെ ഉള്ളിലാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. സം ഓഫ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആർ ടു കൺട്രോൾ മൂവ്മെൻറ്റ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി, കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ആൻഡ് ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദ സെൽ. അപ്പോൾ എന്താണ്? ഇതൊക്കെയാണ് ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മൂവ്മെൻറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിനും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ദ ബ്രെയിൻ ഈസ് ദ സെൻറ്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. ഇതിൻ്റെ ഒക്കെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ദെൻ ഈവൻ ദ മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ ലെസ് എഫിഷ്യൻസി ദാൻ എ ഹ്യൂമൻ ബ്രെയിൻ. ഇപ്പോൾ ഒരുപാട് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അല്ലേ? പക്ഷേ അതിനെന്താണ്? നമ്മുടെ തലയുടെ ആ ഒരു ബ്രെയിൻ്റെ അത്രയും ഒന്നും അത് വരില്ല. എ കമ്പ്യൂട്ടർ ഹാസ് ദ എബിലിറ്റി ടു വർക്ക് ഓൺലി അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാംഡ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പ്രോഗ്രാം എന്താണോ അത് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ അതൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണോ? അല്ല. ഓൺ ദ അതർ ഹാൻഡ് ദ ബ്രെയിൻ ക്യാൻ റിയാക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്, ലേൺ ആൻഡ് ഇമാജിൻ ന്യൂ തിങ്സ്. അതുപോലെ എന്താണ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്? സറൗണ്ടിങ്സിൽ എന്താണോ നടക്കുന്നത് അതിനൊക്കെ റിയാക്ട് ചെയ്യാനും ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ബ്രെയിൻ ഈസ് ആക്റ്റീവ് നോട്ട് ഓൺലി വെൻ യു ആർ അവേക്ക് ബട്ട് ഓൾസോ വെൻ യു ആർ സ്ലീപ്പ്. എന്താണ്? നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ദ ബോഡി ഫങ്ഷൻസ് ആർ കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് ബൈ ദ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബോഡിയിൽ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ ഒരു നെർവസ് സിസ്റ്റമാണ്. ദ യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ ഫങ്ഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം. നമ്മൾ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? അതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ? ബ്രെയിനിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു കൺട്രോൾ മൂവ്മെൻറ്റ് ഓഫ് വേരിയസ് മസിൽ ബോഡി, കോർഡിനേറ്റ് ദ ഓൾ ആക്ടിവിറ്റീസ് of body and instructions to cell. Okay, then name the bony covering that protect the brain. brain എന്തുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? സ്കൾ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്കൾ എന്ന് എഴുതി കൊടുക്കുക. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് നെർവസും സ്പൈനൽ കോഡുമാണ്. ഓക്കെ, നെർവസും സ്പൈനൽ കോഡ്, ബ്രെയിന്, നെർവസ്, സ്പൈനൽ കോഡ്, ഈ മൂന്നുമാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അഡോളസൻസ് ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ്. യു ആർ ഗ്രോയിങ് ഡേ ബൈ ഡേ ആൻഡ് ആർ നൗ പാസിങ് ത്രൂ അഡോളസൻസ്. ഇപ്പോൾ നിങ്ങൾ എന്താണ്? നിങ്ങളിങ്ങനെ ഓരോ ദിവസവും വളർന്ന് നിങ്ങളിപ്പോൾ ഉള്ളത് ഏതാണ്? അഡോളസൻസ് ഏജിലാണ്, അഡോളസൻസ് പീരീഡിലാണ്. അഡോളസൻസ് പീരീഡ് ഈസ് ഫ്രം ദ ഏജ് ഓഫ് 10 to 19 ഇയേഴ്സ്. 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ളതിനെയാണ് നമ്മൾ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ബയോളജിക്കലി ഇറ്റ് ഈസ് എ പീരീഡ് വിത്ത് മെനി പെക്യുലാരിറ്റീസ്. ഒരുപാട് പെക്യുലാരിറ്റീസ് ഉള്ള ഒരു പീരീഡാണ് ഇത്. ബയോളജിക്കലി ഒരുപാട് പെക്യുലാരിറ്റീസ് ഉണ്ടായിരിക്കും. ആസ് എ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്
പ്രോസസ് മെനി ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെയർ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ എന്താണ് ഈ സമയത്ത് ഫിസിക്കലായിട്ടും ബയോളജിക്കലായിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു പീരീഡാണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് ഗ്ലാൻഡ്സ് എക്സെട്ര ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ളതൊന്ന് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ് വെയിറ്റ് ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഗ്ലാൻസിലൊക്കെ എഫിഷ്യൻസ് ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസിൽ ഗേൾസിലും ബോയ്സിലും ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ബോയ്സിലാണെങ്കിൽ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ചെയ്യുന്നു. ഹെയർ ഡെവലപ്സ് അറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗാനിസം അണ്ടർ ആംസ്, ചെസ്റ്റ് ആൻഡ് ഫേസ്. എന്താണ് ഫേസിലും അതുപോലെ തന്നെ ചെസ്റ്റിലും അണ്ടർ ആംസിലും ഓർഗൻസിലൊക്കെ എന്തുണ്ടാവുന്നുണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലൊക്കെ ഹെയർ ഉണ്ടാവാറുണ്ട്. വോയിസ് ഗെറ്റ്സ് ഡീപ്പർ, വോയിസ് ഒക്കെ വളരെ ഡീപ്പായിട്ട് തോന്നും. സ്റ്റാർട്ട് എ സ്പെർമാറ്റോജോനിയസ് അഥവാ നമ്മുടെ ബീജോത്പാദനമൊക്കെ ആരംഭിക്കുന്നതും ഈ ഒരു സമയത്താണ്. ഇനി ഗേൾസിലാണെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് തന്നെയായിരിക്കും. ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് ബ്രസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഹെയർ ഡെവലപ്സ് അറൗണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് അണ്ടർ ആംസ്, വോയിസ് ബിക്കം സ്വീറ്റർ, സ്റ്റാർട്ട് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. ഓവുലേഷനും അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ആരംഭിക്കുന്നതും ഈ ഒരു സമയത്താണ്. ഹാവ് യു സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസിങ് സച്ച് ഫിസിക്കൽ ചേഞ്ചസ് ഓഫ് അഡോളസൻസ്? ഇപ്പോൾ നിങ്ങൾക്ക് അഡോളസൻസിൻ്റെ ഈ ഒരു സ്റ്റേജസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇനി അടുത്തതായിട്ട് എന്താണ് മെൻസ്ട്രേഷൻ എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. മെനി കൈൻഡ്സ് ഓഫ് പ്രിപ്പറേഷൻസ് ഫോർ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ യൂട്രസ് ഓഫ് എ വുമൺ എവ്രി മന്ത്. എല്ലാ മാസവും നമുക്കറിയാം ഗേൾസിന് അല്ലെങ്കിൽ എന്താണ് പെൺകുട്ടികൾക്ക് ഉള്ള ഒന്നാണ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്രസിലെ ഓരോ മാസവും എന്താണ് റീപ്രൊഡക്ഷൻ്റെ ഓരോ പ്രിപ്പറേഷൻസ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂമറസ് ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂസ് ഡെവലപ്പ് ഇൻ ദ ഇന്നർ ലെയർ ഓഫ് ദ യൂട്രസ്. യൂട്രസിൻ്റെ ഇന്നർ ലെയറിൽ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസും ടിഷ്യൂസും ഒക്കെ ഉള്ളതാണ്. ഈ പ്രഗ്നൻസി ഡസ് നോട്ട് ഹാപ്പൻ, ദീസ് പ്രിപ്പറേഷൻസ് ബിക്കം ഫെർട്ടിൽ. അപ്പോൾ എന്താണ് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഇതൊന്നും അവിടെ നടക്കില്ല. പ്രഗ്നൻ്റ് അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ ഒരു സർക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കും. വെൻ ദ ന്യൂലി ഫോംഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂസ് കൊളാപ്സ്, എന്താണ് അതിന് പുതിയ പുതിയ വെസൽസുകളും ടിഷ്യൂസൊക്കെ ഉണ്ടാവും, അത് കൊളാപ്സ് ആവും, അതിങ്ങനെ പൊട്ടുകയാണ് ചെയ്യുക. Blood vessels and tissues are shedded off from the uterine wall, gets expelled from the body along with blood. അപ്പോൾ എന്താണ് ബ്ലഡിൻ്റെ കൂടെ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് മെൻസ്ട്രുവേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് മേ last or 7 days. Some people may experience severe abdominal pain, vomiting, back pain and leg cramps before the during menstruation. Some people may also develop excessive anger and anxiety during this period. അപ്പോൾ എന്താണ് നോർമലി ഇതെന്താണ് 7 days ആണ് ഈ ഒരു ബ്ലഡ് ഇങ്ങനെ വരുന്നത്, ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ആ സമയത്ത് ചില ആളുകൾക്ക് എന്തുണ്ടായിരിക്കും, സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും, ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും, ലെഗ് ക്രാംപ്സ് ഉണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ചില ആളുകളിൽ എക്സസീവ് ആങ്കർ, വളരെ ദേഷ്യവും ആങ്സൈറ്റിയും ഒക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രേഷൻ സൈക്കിൾ ഈസ് എ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എവറി 28 days. There may be slight variation in this. Consult a doctor if your menstrual cycle is irregular. അപ്പോൾ നോർമലി ഇത് 28 ഡേയ്സിൽ ഇങ്ങനെ ഉണ്ടാവാറാണ്. 28 ഡേയ്സിൽ ഉണ്ടാവും, 7 days കണ്ടിന്യൂസ് ഉണ്ടാവും, അങ്ങനെയാണ്. ഇനി നോർമലി 28 ആണെങ്കിലും ചില ആളുകൾക്ക് ഇതിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇത് ഇറഗുലർ ആണ്, ഇപ്പോൾ ചില മാസങ്ങളില്ല, ചില മന്തില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാട്ട് മെത്തേഡ്സ് ഡു ഗേൾസ് അഡോപ്റ്റ് ടു മാനേജ് മെൻസ്ട്രൽ ബ്ലഡ്? ഈ മെൻസ്ട്രൽ ബ്ലഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ്? Discuss the advantages and disadvantages of using sanitary napkins during menstrual period. അപ്പോൾ മെൻസ്ട്രൽ പീരീഡിൽ നോർമലി ആയിട്ട് നമ്മൾ എന്താണ് സാനിറ്ററി നാപ്കിൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു യൂസ് ആണ്, ഈസി അവൈലബിൾ ആണ്, ഹൈ അബ്സോർബിംഗ് ആണുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഈസി ടു യൂസ്, ഈസി അവൈലബിൾ,
ഹൈ അബ്സോർബൻസി. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി ഇൻ ഡിസ്പോസിങ്, ഇത് ഡിസ്പോസ് ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ടാണ്. അതുപോലെ മേ കോസ് ലീക്കേജ് ഉണ്ടാവാനുള്ള കാരണം ഉണ്ടാവും. മേ കോസ് അലർജീസ് ഉണ്ടാവാനും കാരണമാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡോണ്ട് യു നോ ദാറ്റ് മെൻസ്ട്രൽ കപ്സ് ആർ നൗ അവൈലബിൾ വിച്ച് ആർ മോർ കൺവീനിയൻറ്റ് ടു യൂസ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ പീരീഡിൽ ഏറ്റവും നന്നായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഡിസ്കസ് വിത്ത് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ലേൺ മോർ അബൌട്ട് ദ യൂസ് ഓഫ് മെൻസ്ട്രൽ കപ്സ് ആൻഡ് അഡോളസെന്റ് ഹൈജീൻ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഹൈജീൻസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു തരും. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് യൂസിങ് മെൻസ്ട്രൽ കപ്പ്? ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് എ സോപ്പ് ഓർ മൈൽഡ് disinfectant before and after using menstrual cup, sanitary napkins or cloth. Care should be taken to change sanitary napkins or cloth after every 4 or 5 hours as part of cleanliness. എന്താണ് അപ്പോൾ മെൻസ്ട്രൽ കപ്പ് ആയിക്കോട്ടെ, സാനിറ്ററി നാപ്കിൻസ് ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണുനാശിനിയൊക്കെ ഉപയോഗിച്ച് കണ്ട് കൈയൊക്കെ നന്നായിട്ട് കഴുകണം. അതുപോലെ തന്നെ ഇത് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു 4-5 മണിക്കൂർ കൂടുമ്പോൾ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് അഡോളസെന്റ് പീരീഡിലെ ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. What kind of food should we take during adolescence? Discuss based on the indicators given below. താഴെ തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് നോക്കുക. എന്താണ് ബോഡി ഗ്രോത്ത് ഡ്യൂറിങ് അഡോളസൻസ് ഈസ് റാപ്പിഡ്, വളരെ അല്ലേ റാപ്പിഡ് ആയിട്ടുള്ളൊരു വളർച്ചയാണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുക. എ ഗേൾ ലോസ്റ്റ് അബൌട്ട് 0.6 ലിറ്റർ ബ്ലഡ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. ഈ മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് ഇത്രയും ബ്ലഡ്, പെൺകുട്ടികൾക്ക് ഇത്രയും ബ്ലഡൊക്കെ നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. കൺസിഡറിങ് ദ ബ്ലഡ് ലോസ് ആൻഡ് റാപ്പിഡ് ഗ്രോത്ത്, ഹൗ ഷുഡ് അഡോളസെന്റ് അഡ്ജസ്റ്റ് ദെയർ ഫുഡ് ഹാബിറ്റ്? അപ്പോൾ എങ്ങനെയാണ് അവർ ഈ ഒരു ഫുഡ് ഹാബിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് സയൻസ് ഡയറിയിൽ എഴുതണം. ഇനി അടുത്തത് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻക്ലൂഡിംഗ് സ്മോൾ ചിൽഡ്രൻ ആർ സബ്ജക്റ്റഡ് ടു വേരിയസ് കൈൻഡ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ദ സൊസൈറ്റി. ഇന്നെന്താണ് സൊസൈറ്റിയിൽ ബോയ്സ് ആയിക്കോട്ടെ, ഗേൾസ് ആയിക്കോട്ടെ, ചെറിയ കുട്ടികളായിക്കോട്ടെ, എല്ലാവരും എന്താണ് സെക്ഷൽ അബ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒന്നുകിൽ ഫിസിക്കലായിട്ടായിരിക്കും അല്ലെങ്കിൽ മെൻ്റലായിട്ടായിരിക്കും. ദേ ഓഫൻ became victim or abused in their own homes, relatives' house, vehicles, schools and other public places. അവരുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലായിക്കോട്ടെ, നെയ്ബേഴ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് വെഹിക്കിൾസിൽ, സ്കൂൾസിൽ, പബ്ലിക് പ്ലേസിൽ എല്ലായിടത്തും അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള അബ്യൂസിനൊക്കെ അവർ വിക്റ്റിം ആയിക്കൊണ്ടിരിക്കുകയാണ്. Then you need to be careful about the following types of the people while interacting with the relative, classmate, friends and strangers. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ വന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ്, ദോസ് ഹൂ ട്രൈ ടു ടച്ച് യുവർ ബോഡി പാർട്സ് വിത്തൗട്ട് പെർമിഷൻ. ആരെങ്കിലും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ശരീരങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ പീപ്പിൾസ് ഹൂ ടോക്ക് ആൻഡ് ലുക്ക് വിത്ത് എ സെക്ഷൽ ഇൻറ്റൻറ്റ്. ആരെങ്കിലും ഒരു സെക്ഷൽ ഇൻറ്റൻറ്റോട് കൂടിയിട്ട് നിങ്ങൾ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ദോസ് ഹൂ എൻകറേജ് യു ടു വ്യൂ പോർണോഗ്രാഫിക് ഇമേജസ് ആൻഡ് വീഡിയോസ്. ഇത്തരത്തിലുള്ള എന്താണ് അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങളോ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും എൻകറേജ് ചെയ്യുന്നുണ്ടോ? ദോസ് ഹൂ ഷോ ഫേക്ക് ലവ് ആൻഡ് ഗിഫ്റ്റ്. നിങ്ങളുടെ അടുത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള ലവും ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് തരുന്നവരോ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇഫ് യു ഫേസ് എനി ഡിഫിക്കൽറ്റി ഇൻ ദ അബോവ് മെൻഷൻഡ് വേസ് യു ഷുഡ് സ്പീക്ക് ഓപ്പൺലി വിതൗട്ട് ഫിയർ ടു യുവർ പാരൻസ്, ക്ലാസ്മേറ്റ്, ടീച്ചേഴ്സ് ഓർ സ്കൂൾ കൗൺസിലേഴ്സ്. എന്താണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്തോ സ്കൂൾ കൗൺസിലറുടെ അടുത്തോ നിങ്ങൾ പറയണം. അത് മാത്രമല്ല യു ഷുഡ് പ്രാക്ടീസ് സേ നോ ഫേംലി വെൻ യു റെക്കഗ്നൈസ് ബാഡ് ടച്ച് ബൈ സംവൺ ഓൺ യുവർ ബോഡി പാർട്സ്. നിങ്ങളുടെ ബോഡി പാർട്സിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോ എന്ന് പറയാനും നിങ്ങൾ പഠിക്കണം. ഇന്ന് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇനഫ് സപ്പോർട്ട് ഫ്രം യുവർ നിയർ ആൻഡ് ഡിയർ വൺസ് ഈവൻ ആഫ്റ്റർ ഓപ്പണിംഗ് അപ്പ്
about the harassment you or your classmates had faced, you can contact the child helpline number. എന്താണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ആരുടെ അടുത്തേലും തുറന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ചൈൽഡ് ലൈൻ നമ്പറിൽ വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നൈറ്റിലും ഡേയിലും ഒക്കെ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇതെന്തിനാണ്? ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കൊക്കെ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങളുടെ ലൈഫിലും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനവും കൂടെ നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എല്ലാം വായിച്ച് മനസ്സിലാക്കി എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാമിന് നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.